ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം കൃപ തന്നല്ലോ. ഗലാത്യർ ലേഖനം 6-ാം അധ്യായമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവസാന ക്ലാസ്സിലേക്ക് നമ്മൾ ആയിരിക്കുകയാണ്. 6:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ 5-ാം അധ്യായത്തില് നമ്മൾ പഠിച്ചത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നതായിരുന്നു അവിടുത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. അവിടെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു. ആത്മാവിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ ഫലവും ജഡത്തിന്റെ പ്രവൃത്തികളും അവിടെ വിശദീകരിച്ചായിരുന്നു. ഇനി നമ്മൾ 6-ാം അധ്യായത്തില് വരുമ്പോഴേ അവിടെ അതിന്റെ പ്രാക്ടിക്കലാണ് പറയുന്നത്. ആ ആത്മാവിനെ എങ്ങനെ അനുസരിച്ച് നടക്കണം, അത് നമ്മുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് പറഞ്ഞ്. അതിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ സഹോദരനെ സ്നേഹിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കണ്ടത് കൂട്ടു സഹോദരനോട് അല്ലെങ്കിൽ കൂട്ടു വിശ്വാസിയോട് എങ്ങനെയുള്ള മനോഭാവമായിരിക്കണം, അവരെ കൈത്താങ്ങണം, തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം എന്ന് നമ്മൾ കണ്ടു. പിന്നെ പറഞ്ഞു, ഒരുത്തൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങള് സൗമ്യതയുടെ ആത്മാവിൽ, ആത്മീകരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തണം, തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ അത് കഴിഞ്ഞ് കണ്ടു, ഓരോരുത്തരും അവനവന്റെ ഉത്തരവാദിത്തം വിശ്വസ്തയോടെ ചെയ്യുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് വചനം പഠിപ്പിക്കുന്നവരെ എല്ലാ നന്മയിലും വചനം പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന് പറഞ്ഞു. സഹവിശ്വാസികളോട് കരുതണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് ശുശ്രൂഷകരെ ഒഴിവാക്കണമെന്നല്ല പറഞ്ഞ്, അവരെ പറ്റി എടുത്തു പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ മാനസികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളിലും അവരെ സഹായിക്കണമെന്ന് പറയുന്നു. പറഞ്ഞു, അവസരം കിട്ടും പോലെ നന്മ ചെയ്യണം. അപ്പം എപ്പോഴും നന്മ ചെയ്യുവാനായിട്ട് ഒരുങ്ങിയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും എന്ന് പറഞ്ഞു. അപ്പം ഭൂമിയിലെ വിത നിത്യജീവനിലേക്ക് കൂടെ, ആത്മാവിനാൽ വിതയ്ക്കുന്ന വിത നിത്യജീവനിലേക്കൂടെ അത് കൊണ്ടുപോകുന്നതാണ്. അത് നിത്യജീവനിലേക്കാണ് നാം വിതയ്ക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം ലോകത്തിൽ ജഡീകമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് ഈ ലോകം കൊണ്ട് അവസാനിക്കും ചെയ്യും. പക്ഷെ നാം ആത്മീകമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നമുക്ക് നിത്യജീവനിലും ലഭിക്കുവാനായിട്ട് കാരണമായി തീരും. എല്ലാവർക്കും നന്മ ചെയ്യണം, പ്രത്യേക സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കർത്താവിന്റെ പക്കലുണ്ടെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുവാനായിട്ടും ഇടയായി തീർന്നു. നമുക്ക് 11-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 6:11. നോക്കുവൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പം പൗലോസ് അപ്പോസ്തലൻ സ്വന്തം കൈകൊണ്ട് അവർക്ക് എഴുതിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 വിശദീകരണങ്ങളാണ് നമ്മൾ സാധാരണമായി കേൾക്കാറായിട്ടുള്ളത്. ഒന്നാമത്തെന്ന് പറയുന്ന നമ്മൾ 4-ാം അധ്യായത്തിൽ പഠിച്ചായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ 4:15 നമ്മളിങ്ങനെ കണ്ടു, കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം പൗലോസ് അപ്പോസ്തലന് കണ്ണിന് എന്തോ പ്രശ്നമുണ്ടായിരുന്നു എന്ന് പരക്കെ പറയപ്പെടുന്നു. നമുക്ക് അതിൻ്റെതായ വിശദീകരണങ്ങളൊന്നുമില്ല. നമ്മൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പഠിച്ചപ്പം അവിടെ ഉണ്ട് ഒരു എന്താ പറയുന്നത്, ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നത്. അതിന് ചിലവർ പറയുന്നത് അത് കണ്ണിന്റെ പ്രശ്നമായിരുന്നു എന്നാണ്. പക്ഷെ അതിന് ശരിയായ തെളിവുകളൊന്നും ഇല്ല. എന്നാലും കണ്ണിനെന്തോ പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ അക്ഷരമായി എഴുതി എന്നുള്ള വ്യാഖ്യാനമുണ്ട്. രണ്ടാമത്തെ വ്യാഖ്യാനമാണ് ഇച്ചിരി കൂടെ ശരിയായി വരുന്നത്. കാരണം ഈ ലെറ്ററിന്റെ കണ്ടന്റ്
അത്രയ്ക്ക് പ്രധാനപ്പെട്ടതായിരുന്നത് കൊണ്ട് അത് കേഴ്സീവിൽ സ്മോൾ ലെറ്റേഴ്സിലല്ല എഴുതിയതെന്ന് അനുമാനിക്കാം, വലിയ അക്ഷരത്തിൽ, കാരണം അത് ബ്ലോക്ക് ലെറ്റേഴ്സിലായിരിക്കാം എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. കാരണം ആ ലെറ്റേഴ്സിന്റെ ഫോമിനേക്കാളും അധികമായി കണ്ടന്റിനാണ് ഇമ്പോർട്ടന്റ്. നമുക്കറിയാം പബ്ലിക് സ്പേസസിലൊക്കെ ലെറ്റേഴ്സിലൊക്കെ പതിക്കുമ്പോഴേ ഒട്ടിച്ചു വെക്കുമ്പോഴേ അത് വലിയ അക്ഷരമായിട്ടാണ് എഴുതുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എല്ലാവർക്കും കാണുന്ന രീതിയിൽ, എല്ലാവർക്കും ദൂരെ നിന്നേ വായിക്കാവുന്ന രീതിയിൽ, അല്ലെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വലിയ ബ്ലോക്ക് ലെറ്റേഴ്സ് ആയിട്ട് എഴുതുന്നതിന് കാരണം ഇത് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. എന്താ ഇത്രത്തോളം പ്രാധാന്യം ഉണ്ടാകാൻ കാരണം? നമുക്കറിയാം കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവസാനത്തെ വാക്കുകളൊക്കെയാ പൗലോസ് അപ്പോസ്തലൻ എഴുതിയത്. പക്ഷെ ഇത് പൗലോസ് അപ്പോസ്തലൻ മുഴുവനും സ്വന്തം കൈകൊണ്ട് ആണെന്നാണ് പറയപ്പെടുന്നത്. ഗലാത്യ സഭ കർത്താവിനെ അറിഞ്ഞു വന്നവരാണ്, ജാതികളിൽ നിന്ന് വന്നവരാണ്. പക്ഷെ പ്രശ്നം എന്താ പറ്റി? അവര് ഇത്രയും വേഗത്തിൽ അറിഞ്ഞ ക്രിസ്തുവിനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോകാൻ ഇടയായി തീർന്നു. പക്ഷെ കൊരിന്ത്യരെ കുറിച്ച് നമ്മൾ അങ്ങനെ കേൾക്കുന്നില്ല. അവര് കേട്ട സുവിശേഷം മാറിപ്പോയെന്ന് കേൾക്കുന്നില്ല. പക്ഷെ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്നല്ലാതെ അവര് ഉപദേശത്തിൽ നിന്ന് മാറിപ്പോയതായി പറയുന്നില്ല. പക്ഷെ ഇവിടെ ഉപദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ട് അവര് ക്രിസ്തുവിനെ വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലായി തീർന്നു എന്ന് പൗലോസ് ഭയപ്പെട്ടത് കൊണ്ടാണ് പൗലോസ് അങ്ങനെ എഴുതാൻ കാരണം എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ അത് പൗലോസ് വലിയ അക്ഷരമായി എന്നെഴുതി ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതി. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചപ്പോഴേ ഇതിന്റെ കണ്ടന്റ് ഒത്തിരി പ്രധാനപ്പെട്ടതാ, അല്ലേ? അപ്പൊ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് തെറ്റിപ്പോയി, നിങ്ങൾ സത്യവചനം അനുസരിച്ച് നേരെ നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുവാനായിട്ട് ഇടയായി തീർന്നു. അത്രത്തോളം പൗലോസ് അപ്പോസ്തലന് വിഷമം ഉണ്ടായിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത്. അതുകൊണ്ട് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നമുക്ക് അറിയാം പൗലോസ് അപ്പോസ്തലന്റെ ലെറ്ററുകളൊക്കെ വേറെ ആരെങ്കിലും ആണ്, സഹപ്രവർത്തകരാണ് എഴുതിയിരിക്കുന്നത്. അന്നത്തെ കാലത്ത് സ്ക്രൈബിനെ ഉപയോഗിച്ച് എഴുതുന്നത് സാധാരണമായിരുന്നു. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല്, റോമാ ലേഖനം അവസാനം എഴുതുമ്പോൾ അത് എഴുതിയിരിക്കുന്ന ആരാണെന്ന് പറയുന്നുണ്ട്. റോമാ ലേഖനം 16:22 എന്ന് വായിക്കാം. ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. അപ്പൊ ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാനെന്ന് പറയുമ്പോഴേ, അപ്പൊ തെർത്തോസ് ആണോ എഴുതിയത്? അല്ല. കാരണം നമ്മൾ ആദ്യമേ റോമാലേഖനം ആദ്യമേ പറയുന്നത് നമ്മൾ അവിടെ പറയുന്ന യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട, അല്ലെ, യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് വിശുദ്ധരും ആയവർക്ക് എഴുതുന്നതെന്നാ പറയുന്നത്. അപ്പം എഴുതി തുടങ്ങുന്നത് പൗലോസ് എന്ന് എഴുതി തുടങ്ങുമ്പോൾ അവസാനം വരുമ്പം തെർത്തോസ് എന്ന് പറയുമ്പോൾ അത് ശരിയാകത്തില്ല. അതെ, എഴുതിയത് തെർത്തോസ് ആണെങ്കിലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുത്ത് എഴുതിയതാണ്. അന്നത്തെ കാലത്ത് അത് സാധാരണമായിരുന്നു. പിന്നെ നമുക്ക് ചില ലേഖനങ്ങളിലൊക്കെ കാണുമ്പോഴേ അവസാനം പൗലോസ് എന്താ പറയുക, അതിന്റെ അവസാനം കൺക്ലൂഷൻ, ആശീർവാദം ഒക്കെ പറയുന്ന സ്വന്തം കയ്യാൽ എഴുതുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-3 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. 1 കൊരിന്ത്യർ 16:21 പൗലോസായ എന്റെ കയ്യാൽ വന്ദനമെന്ന് അവിടെ പറയുന്നുണ്ട്. കൊലോസ്യർ 4:18 പൗലോസായ എന്റെ കയ്യാലെ വന്ദനം. പിന്നെ 2 തെസ്സലോനിക്കർ 3:17 പൗലോസായ എന്റെ കയ്യാൽ വന്ദനം. അപ്പൊ അവസാനം കൺക്ലൂഷൻ എഴുതുന്നത് പൗലോസാണ്, അല്ലെ ആശീർവാദം എഴുതുന്നത് താനായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഈ ലേഖനം മുഴുവൻ പൗലോസ് അപ്പോസ്തലൻ തന്റെ സ്വന്തം കയ്യാൽ എഴുതിയതാണെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ഈ ലേഖനത്തിലെ വിഷയം അത്രത്തോളം ഗൗരവമായിരുന്നു, അത്രത്തോളം അവരോട് സ്നേഹമുണ്ടായിരുന്നു. അവരൊരിക്കലും തങ്ങളെ വിളിച്ച ക്രിസ്തുവിനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മാറുവാനോ ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് വേറിട്ട് പോകുവാനോ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് നമുക്കറിയാം 3-ലധികം പ്രാവശ്യം പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ പ്രദേശങ്ങളിൽ പോയി എന്നാണ് പറയുന്നത്. തന്റെ 3 മിഷണറി യാത്രകളിലും പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണല്ലോ. അപ്പൊ ഏത് വിധേനയും അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നതായിരുന്നു ഈ ലെറ്ററിന്റെ ഉദ്ദേശം. ഇനി നമുക്ക് 12-ാമത്തെ വാക്യം. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ ഒക്കെയും
ക്രിസ്തുവിന്റെ ക്രൂശു നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. അപ്പം ഇവിടെ പ്രശ്നം എന്തായിരുന്നു? ഗലാത്യ സഭകളിലെ ജുഡൈസേഴ്സ് വന്ന് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, രക്ഷ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമല്ല, വേറെ എന്തെങ്കിലും കൂടെ കൂടിയാൽ മാത്രമേ രക്ഷ കംപ്ലീറ്റ് ആകൂ എന്ന് അവരോട് ഉപദേശിച്ചു, അല്ലെ? അതിൽ ചിലർ പരിച്ഛേദന ഏൽക്കുവാൻ, ന്യായപ്രമാണത്തിന്റെ പ്രമാണമായ ആ കൽപ്പനയായ പരിച്ഛേദന ഏൽക്കുവാൻ നിർബന്ധരായി. അപ്പൊ ഇവിടെ പറയുന്നു, ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞ ജുഡൈസേഴ്സ് ക്രിസ്തുവിന്റെ ക്രൂശു നിമിത്തം കഷ്ടം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽക്കുവാൻ നിർബന്ധിക്കുന്നു. അപ്പൊ അവര് ഗലാത്യ വിശ്വാസികളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നതിന് കാരണം അവര് ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പം ജഡത്തിൽ സുമുഖം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയുന്ന ഗുഡ് ഷോയിങ് ഇൻ ദ ഫ്ലഷ്, ഷോ ഓഫ് കാണിക്കുക, മാന്യത കാണിക്കുക, പ്രശംസ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ വെറുതെ ഹിപ്പോക്രിസോ എന്നൊക്കെ പറയത്തില്ലേ? കാരണം അകത്തു വേറൊന്നും പുറത്ത് വേറെ ഒന്നും കാണിക്കുന്ന സ്വഭാവമാണ് ഈ സുമുഖം കാണിപ്പാൻ. എന്താ പറയുന്ന, ഞങ്ങൾ നമ്മള് വചനം തന്നെ പറയുന്നുണ്ട്, താൻ ജ്ഞാനിയാകുന്ന വിചാരിക്കുന്നവരുണ്ട്, പക്ഷെ ജ്ഞാനി അല്ല താനും. അങ്ങനെ അപ്പൊ പറയുന്നവരുണ്ട്, പക്ഷെ ജ്ഞാനി അല്ല താനും. കാരണം ആ ഇല്ലാത്ത കാര്യങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു പൊസസീവ്നെസ്, അപ്പം അറ്റൻഷൻ സീക്കിങ് എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് പരീശന്മാർ അങ്ങനെയായിരുന്നു. നമുക്ക് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പരീശന്മാരല്ലേ, യഹൂദന്മാരിൽ ഒരു വിഭാഗമാണല്ലോ പരീശന്മാര്. അപ്പൊ ഈ ജുഡൈസേഴ്സ് അങ്ങനെയാണ് എന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 6:1 മുതൽ 6-7 വരെയുള്ള വാക്യങ്ങൾ. കാരണം നമുക്കറിയാം, പരീശന്റെയും ഒരു ചുങ്കക്കാരന്റെയും പ്രാർത്ഥന, രണ്ടുപേരും പ്രാർത്ഥിക്കുമ്പോ പരീശൻ എങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, പതാരം കൊടുക്കുന്നു, ഉപവാസിക്കുന്നു ഒക്കെ പറയുന്നു, അല്ലെ? അപ്പൊ അവര് ആ ജഡത്തിൽ സുഖം കാണിക്കുകയാണ് ചെയ്യുന്നത്, ആരോ ആണെന്നുള്ള ഭാവമാണ്. ഓക്കെ, നമുക്ക് വായിക്കാം. 6:1 മത്തായി. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ചില മനുഷ്യര് എന്ത് ചെയ്താലും പബ്ലിക്കിന്റെ മുമ്പിലേ ചെയ്യത്തുള്ളൂ, അല്ലെ? രഹസ്യമായി ആരും കൊടുക്കത്തില്ല. അപ്പൊ ആ സുമുഖം കാണിക്കാൻ, ആ പ്രശംസയെ, ഞാൻ എന്തോ ചെയ്യുന്നെന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട്. 6:3 നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണികളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറയുന്നു. ചിലവർ മൈക്കില്ലാതെ പ്രാർത്ഥിക്കത്തില്ല, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കൽ ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അപ്പം ആ പരീശന്മാരുടെ സ്വഭാവം പറയുന്നത്. അപ്പൊ ഇവിടെ അവര് ജഡത്തിൽ സുമുഖം കാണിപ്പാൻ, അവര് ഷോ ഓഫ് ചെയ്യാനായിട്ടാണ് ഇവരെ ചെയ്യുന്നത്. അപ്പൊ അവരെ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്തിനായി മറ്റുള്ളവരെ ആകർഷിക്കുന്നത്? തങ്ങളുടെ കീശ വലുതാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെ? അപ്പൊ ഇവിടെ അവിടെ പുറമേ നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. കാരണം ക്രിസ്തുവേശിലുള്ളവർക്ക് പുറമേയുള്ള പരിച്ഛേദനയല്ല വേണ്ട, ഇൻസൈഡ് സർക്കംസിഷനാ വേണ്ട, അകമേയുള്ള പരിച്ഛേദനയാവല്ലേ, ഹൃദയത്തിനാണ് പരിച്ഛേദന ഏൽക്കേണ്ടത്. പക്ഷെ ഇവര് പറയുകയാണ്, നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തമുള്ള കഷ്ടം സഹിക്കാതിരിക്കുന്നതിന് വേണ്ടി. എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ക്രിസ്തുവിന്റെ ക്രൂശ്
പറയുന്നിടത്ത് മാത്രമേ ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളു അല്ലെ. ക്രൂശിനെ പ്രസംഗിച്ച അടി കിട്ടും, കല്ലേറ് കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ ആ പരിച്ഛേദന ഏൽക്കുക, നിങ്ങൾ മതത്തിന്റെ ചില പ്രവൃത്തികൾ മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും ഒരു ഉപദ്രവവുമില്ല. അതുകൊണ്ട് അവർ തങ്ങൾ പ്രശംസിക്കുന്നതും മറ്റുള്ളവരെ ആ പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുന്നതും ക്രൂശു നിമിത്തമുള്ള കഷ്ടത ഒഴിവാക്കാനാണ്. അവരുടെ സൈഡ് സേഫ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം സുരക്ഷിതരായിരിക്കണം, അവർക്ക് കഷ്ടമേക്കരുത് അല്ലെ. അപ്പം വചനം എവിടെ പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയാണ് ആ ക്രൂശിന്റെ അവസ്ഥ ഉള്ളത്. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം പൗലോസിന്റെ ജീവിതം എന്ന് പറയുന്നത് കർത്താവ് ദൈവസഭയെ അത്യന്തം ഉപദ്രവിച്ച പൗലോസ് അന്ന് ക്രിസ്ത്യാനികളായവര്, യഹൂദമതത്തിന് ക്രിസ്ത്യാനി ആയവര് ഒരു വിധത്തിലും ക്രിസ്ത്യാനികളാകാതിരിക്കാൻ വേണ്ടി ആ ക്രിസ്ത്യാനികളെ അവര് മതപരിവർത്തനം ചെയ്യുന്ന പറയുന്നത്, പക്ഷെ ആരും ക്രിസ്ത്യാനികളാകാതിരിക്കാൻ വേണ്ടി ഉപദ്രവിക്കുവാനായിട്ട് മഹാപുരോഹിതന്റെ കയ്യിൽ നിന്നും കത്തും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയതാ അല്ലെ. അങ്ങനെ ദമസ്കോസിൽ വന്നപ്പോഴാണ് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടത്. പക്ഷെ പൗലോസിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്രിസ്തുവിലേക്ക് നയിക്കുന്നവർ അല്ലെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരെ പീഡിപ്പിക്കാൻ ഇറങ്ങിയവൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതിനാൽ പീഡ അനുഭവിക്കേണ്ടി വന്നു അല്ലെ. അപ്പം പൗലോസിന്റെ കഷ്ടങ്ങള് എത്ര വലിയ കഷ്ടങ്ങളാ. എന്തിനു വേണ്ടിയാ പൗലോസ് ഇതെല്ലാം അനുഭവിച്ചത്? ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുക അല്ലെ. അപ്പൊ ആ ക്രിസ്തുവിന്റെ വചനത്തിനു വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ചത്. അപ്പം പൗലോസിന് പരിച്ഛേദന പ്രസംഗിക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ പൗലോസിന് ഇതൊന്നും കഷ്ടതയൊന്നും വരികയില്ലായിരുന്നു. ഇവരെന്താ ചെയ്യുന്നത്? പരിച്ഛേദന ഏൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശ് നിമിത്തമുള്ള കഷ്ടത ഇവർക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പൊ എപ്പോഴും ഞാൻ പറയാനുള്ളതാണ്, വിശ്വാസത്തിന് വില കൊടുക്കേണ്ടി വരും. പൗലോസും ഒരു വില കൊടുത്തു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരും അപ്പോസ്തലന്മാരും എല്ലാം സുവിശേഷത്തിന് വേണ്ടി ഒരു വില കൊടുത്തു. കാരണം ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെ പീഡകൾ മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ മാതാപിതാക്കളാൽ വെറുക്കപ്പെടും, സഹോദരങ്ങളാൽ വെറുക്കപ്പെടും, വീട്ടുകാരാൽ വെറുക്കപ്പെടും, നാട്ടുകാരാൽ വെറുക്കപ്പെടും, എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരു അവസ്ഥ, പീഡ അനുഭവിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അവര് സത്യത്തെക്കാൾ വ്യാജത്തെ സ്നേഹിച്ചു. അപ്പൊ ഇവര് പറയുന്ന നമുക്കറിയാം, രക്ഷയ്ക്ക് വേണ്ടി ആൾക്കാരെ ഏത് വിഭാഗത്തിലാണെങ്കിലും രക്ഷയെ ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യർ ചെയ്തു കൂട്ടുന്ന ക്രിയകളൊക്കെ നമുക്കറിയാം അല്ലെ. എന്തൊക്കെയോ പ്രവൃത്തികളൊക്കെ ചെയ്ത് രക്ഷ നേടുമെന്ന് വിചാരിച്ച് ദേവാലയത്തിന്റെ എന്താ പറയുന്നത് നടവഴിയിലൊക്കെ ഉരുളുന്നവരെ, അങ്ങനെയൊക്കെ ഒത്തിരിയും കാര്യങ്ങൾ ചെയ്ത് ശരീരത്തെ തന്നെ ദണ്ഡിപ്പിച്ച് രക്ഷ നേടാമെന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ വ്യാമോഹങ്ങളാണല്ലേ. അത് അങ്ങനെ ഒരു രക്ഷയില്ല. സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളെ. അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, കേൾക്കാതിരുന്നിട്ടല്ല, പക്ഷേ ചില പ്രവൃത്തികളാൽ രക്ഷ പ്രാപിക്കുമെന്ന വ്യാജമോഹത്താൽ മറ്റുള്ളവരുടെ പിടിയിൽ അകപ്പെട്ട് വഞ്ചിതരായവരാണ്. അപ്പം താങ്കൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലൂടെയും ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ശരിയായി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരവസ്ഥയിലൂടെ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പുറമേ നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുകയുമില്ല. അതുപോലെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പാനും കഴിയുകയില്ല. അപ്പം നമ്മള് പറയുകയാണെങ്കിൽ കുറെ പ്രവൃത്തികൾ ചെയ്ത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കുകയില്ല. പക്ഷെ നമ്മുടെ മാറ്റം വരുന്നതിനേക്കാളും എളുപ്പമാണ് അകത്തുമുള്ള മാനസാന്തരത്തെക്കാളും എളുപ്പമാണ് ചില പ്രവൃത്തികൾ ചെയ്ത് മനുഷ്യരുടെ പ്രസാദം പിടിച്ചു പറ്റുക എന്നുള്ളത് അല്ലെ. പുറമേ നമുക്ക് എന്ത് കാണിക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷെ മാനസാന്തരം വരാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് ചിലർ അങ്ങനെ ചെയ്ത് പ്രസാദിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയും അങ്ങനെയാണ്. ഈ ജഡത്തിൽ സുമുഖം കാണിക്കും ജൂഡായിസേഴ്സ് ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന്, ആ ക്രൂശ് നിമിത്തമുള്ള ഉപദ്രവം അവർക്ക് വരാതിരിക്കേണ്ടതിന് നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. അപ്പം പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം പൗലോസ് മറ്റു അപ്പോസ്തലന്മാരും ഒക്കെ അനുഭവിച്ചതുപോലെ അവര് പരിച്ഛേദനയ്ക്ക് അവർക്കും പ്രസംഗിക്കാമായിരുന്നു. അവരതൊന്നും പ്രസംഗിക്കാതിരുന്നത് അവര് സന്തോഷത്തോടെ ആ ക്രൂശിനെ ഏറ്റത് കൊണ്ടാണ്. ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടങ്ങൾ അതിസന്തോഷത്തോടെ സഹിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ
പറഞ്ഞ്. കാരണം അവർക്കറിയാം അവർക്ക് മുമ്പിലൊരു ഓട്ടമുണ്ട്. ആ ഓട്ടം തികച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് അല്ലെ. ഞാൻ നല്ലപോർ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞ് ആ ഓട്ടം ഓടി തീർക്കുവാൻ കാരണം ഞങ്ങളുടെ നൊടിനേരത്തേക്കുള്ള കഷ്ടം അത്യന്തം അനവധിയായി നിത്യ തേജസ്സിന്റെ ഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ കാണാത്തതിന് വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാണ്, വലിയൊരു പ്രത്യാശ അവർക്കുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാതിരുന്നത്. ഇവർക്ക് ഈ ലോകത്തിന്റെ മാനം മാത്രം മതി, അകത്ത് മാനസാന്തരമില്ല. പുറത്തെ പരിച്ഛേദന മാത്രമേ ഉള്ളൂ, അകത്തെ ഹൃദയത്തിന്റെ പരിച്ഛേദന വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവര് ജഡത്തിൽ സുമുഖം കാണിക്കുന്ന, മറ്റുള്ള പ്രശംസ ഏൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ അവിടെയുള്ള ഗലാത്യ വിശ്വാസികളെയും അവർ പരിച്ഛേദന ഏൽക്കാനും അവരോട് പറയുന്ന, നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. അപ്പം ആ ഉപദ്രവം സഹിക്കാതിരിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് പ്രോസ്പെരിറ്റി ഗോസ്പലൊക്കെ അങ്ങനെയല്ലേ കാണുന്നത്, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുക, എന്റെ കീശ വീർപ്പിക്കുക, ഇത്ര മാത്രം. അതുകൊണ്ട് അവരും അങ്ങനെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, 6:13. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണം എന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. അപ്പം പരിച്ഛേദനക്കാര്, ജുഡൈസേഴ്സ്, അവര് നിങ്ങളെ പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുന്നു, പക്ഷെ അവര് ന്യായപ്രമാണം ആചരിക്കുന്നില്ല. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ഒന്നും അവര് പ്രമാണിക്കുന്നില്ല. ചില പ്രവൃത്തികൾ മാത്രം ചെയ്യുവാൻ പറയുന്നു. കാരണം അകമേ എഴുതിയിരിക്കുന്ന അകത്ത് മാനസാന്തരം വന്നെങ്കിൽ മാത്രമേ ന്യായപ്രമാണം അനുഷ്ഠിക്കാനായിട്ട് ആർക്കെങ്കിലും കഴിയുള്ളൂ. പക്ഷെ അത് വന്നിട്ടില്ല. ആ പരിച്ഛേദന ഏൽക്കാൻ അവരെ പോലെ നിങ്ങളും പ്രശംസിക്കും, നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കേണ്ടതിന് അവർ പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം റോമാലേഖനം ത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യഹൂദന്മാര് ജഡത്തിൽ ദൈവത്തിൽ പ്രശംസിക്കുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നുണ്ട്, പക്ഷെ അവര് അതിന്റെ പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം. റോമാലേഖനം 2:17 മുതലുള്ള വാക്യങ്ങൾ. റോമാലേഖനം 2:17 മുതലുള്ള വാക്യങ്ങൾ. മോശയുടെ ന്യായപ്രമാണം അവർക്കുണ്ട്, അവര് പക്ഷെ അത് ചെയ്യുന്നില്ല. ഓക്കെ, 2:17. നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിഭേദിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിച്ചത് കൊണ്ട് എല്ലാം അവർക്കറിയാം. നീ കുരുടർക്ക് വഴി കാട്ടുന്നവർ, ഇരുട്ടുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവർ, ശിശുക്കളുടെ ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നു എങ്കിൽ അവരുടെ ചിന്ത അതാണ്. പൗലോസ് പറയാ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്ത എന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്നത് നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം അനുസരിക്കുന്നില്ല. അപ്പം യഹൂദന്മാര് ന്യായപ്രമാണം അനുസരിക്കേണ്ടവരാണ്, അവര് ന്യായപ്രമാണം അനുസരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അവര് ജാതികളെ ന്യായപ്രമാണം അനുസരിപ്പാൻ നിർബന്ധിക്കുന്നു. അപ്പൊ കർത്താവ് പറയുന്നുണ്ട് തൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തില് അവര് ഒരുത്തനെ മതപരിവർത്തനം നടത്തേണ്ടതിനെ എന്താ പറയുന്ന കടലും കരയും ചുറ്റി നടന്ന് സഞ്ചരിക്കുന്നു എന്ന് അവര് സന്തോഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് യഹൂദ മതത്തിലേക്ക് പോലും പരിവർത്തനം നടത്തുന്ന ഒരു എന്താ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അവർ അത് ചെയ്തു വരുന്നിരുന്നു. നമുക്കൊന്ന് വായിക്കാം. മത്തായി പുസ്തകം, മത്തായി സുവിശേഷം 23:14-15 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 23:14-15 വാക്യങ്ങൾ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ആയുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു.
ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. അപ്പം ഒരു മനുഷ്യനെ മതത്തിൽ ചേർക്കുവാൻ കരയും കടലും ചുറ്റി നടക്കുന്ന ഏത് വിധനെ എത്ര കഷ്ടം സഹിച്ചാണേലും ഒരു മനുഷ്യനെ മതത്തിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നരകയോഗ്യരാ. കാരണം പുസ്തകത്തിൽ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ചു പേരെയും കൂടെ നിങ്ങളുടെ മതത്തിൽ ചേർത്തിട്ട് അവരെയും കൂടെ നിരട്ടി നരകയോഗ്യരാക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് അവരുടെ പ്രവൃത്തി. അപ്പം അവര് ജഡത്തിൽ പ്രശംസിക്കുന്നതിന് വേണ്ടി മാത്രം അവരത് ചെയ്യുന്നു. ന്യായപ്രമാണ തൽപരരാണ് എങ്കിലും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതൊന്നും പ്രമാണിക്കുന്നില്ല. അപ്പം പൗലോസ് അപ്പോസ്തലൻ ഗലാത്യലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ പറയുന്നത്, ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവർ എല്ലാവരും ശാപത്തിന് കീഴിലാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ പറയുന്നത് എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കണം അതിൽ നിലനിൽക്കാത്തവൻ ശപിക്കപ്പെട്ടവരെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, അല്ലെ? അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കണം. നീ യഹൂദനാണെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കണം എന്ന് വെച്ചാൽ അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കണം. പ്രമാണിക്കാതെ മറ്റുള്ളവരെ അത് പരിശോധന ഏൽക്കാനും മറ്റു പ്രവൃത്തികൾ ഏൽക്കാനും അവരെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, നരകയോഗ്യർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ അവരെ പോലെ ജഡത്തിൽ പ്രശംസിക്കുന്നവരാകുന്നതിന് വേണ്ടി അവരെയും പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അവര് ശരിയായും മാനസാന്തരപ്പെടാനൊന്നും അല്ല, അവരാരും സ്വർഗത്തിൽ പോകുവാനൊന്നും അല്ല, ജഡത്തിൽ പ്രശംസിക്കുന്നതിന് വേണ്ടി പരിച്ഛേദന ഏൽക്കാനായിട്ട് നിർബന്ധിക്കുന്നു. അപ്പം പൗലോസ് പറയാ, എനിക്ക് അങ്ങനെയൊന്നും പ്രശംസിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 4-ാമത്തെ വാക്യം നോക്കിയേ, എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ജഡത്തിൽ പ്രശംസിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു ജഡത്തിൽ സുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശംസ ഏൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് അവരിൽ നിന്നുള്ള ആ ഒരു അട്രാക്ഷൻ സീക്കിങ്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പലതും ചെയ്യുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പ്രശംസിക്കേണ്ട കാര്യമില്ല. എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുതേ. അവനാൽ ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പൗലോസിന്റെ പ്രശംസയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവിന്റെ ക്രൂശാണ്. ഏതൊരു വിശ്വാസിയുടെയും അല്ലെങ്കിൽ ഏതൊരു ദൈവ പൈതലിന്റെയും പ്രശംസയുടെ അടിസ്ഥാനം ക്രൂശായിരിക്കണം. ക്രൂശിലല്ലാതെ നാം ഒന്നിലും പ്രശംസിക്കരുത്. നാം എന്ത് ചെയ്യുന്നതിലോ നാം എന്ത് പറയുന്നതിലോ മറ്റുള്ളവരെ സഹായിക്കുന്നതിലോ ഒന്നിലും നാം പ്രശംസിക്കാൻ ഇടയായി തരുതേ. എന്തെങ്കിലും നാം ചെയ്യുന്നെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നാം അല്പസമയം ചെലവഴിക്കുന്നെങ്കിലും നാം പ്രാർത്ഥിക്കുന്നതിനും നാം ബൈബിൾ സ്റ്റഡി എടുക്കുന്നെങ്കിലും എല്ലാം ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് മാത്രമാ. എത്രയോ പേര് ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്രയോ പേര് ദൈവികമായ കാര്യങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. കഴിവില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാലെ നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ഇരിപ്പാനും ആ ദൈവവചനം പഠിക്കാനും ഒക്കെ ദൈവം തരുന്ന കൃപ. അല്ലെങ്കിൽ ഞാൻ ഇന്നും ഫ്രൈഡേ ബൈബിൾ സ്റ്റഡിക്ക് പോകുന്നുണ്ട്, ഞാൻ ഇന്നും ഫ്രൈഡേ ബൈബിൾ സ്റ്റഡി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നും ചർച്ചിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് നാം പ്രശംസിപ്പാൻ സംഗതിയില്ല. ദൈവം നമുക്ക് തരുന്ന ഭാഗ്യമാണ്, ദൈവത്തിന്റെ ദാനമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും നമ്മളുടെ മെടുക്കോ നമ്മുടെ കഴിവുമല്ല. ഞാൻ ഇന്ന് ബൈബിൾ സ്റ്റഡിക്ക് പോകണം, അല്ലെ ബൈബിൾ സ്റ്റഡി എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യത്തില്ല. ദൈവം എന്നെയും കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മാത്രമേ എനിക്കത് ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് നാം ആരും നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാലോ നാം പ്രശംസിപ്പാൻ ഇടയാകരുത്. അങ്ങനെ ചെയ്യുവാൻ നാം ഒരിക്കലും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലത്തിന് അർഹരാകുകയില്ല. കാരണം അത് ഇവിടെ തന്നെ കിട്ടിപ്പോയെന്ന് കർത്താവ് തന്നെ, തന്റെ പ്രതിഫലം ഇവിടെ തന്നെ കിട്ടിപ്പോയെന്ന് കർത്താവിന്റെ വചനം പറയുന്നില്ലേ? അപ്പൊ നമ്മള് പ്രശംസിക്കണമെങ്കിൽ കർത്താവിന്റെ ക്രൂശിലായിരിക്കണം പ്രശംസിക്കേണ്ടത്. പൗലോസ് ഇവിടെ പ്രശംസ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന ബോസ്റ്റ് എന്നാണ്, പക്ഷെ അത് പ്രൈസ് എന്നാണ് അർത്ഥം. പക്ഷെ പ്രൈഡ് എന്ന അർത്ഥമല്ല ഇവിടെ ഉള്ളത്. പ്രശംസ എന്ന് പറഞ്ഞ പ്രൈസ്. അപ്പൊ അത് പൗലോസ് തന്നെ കുറിച്ച് ഒരിക്കലും തന്റെ ജഡത്തിൽ ഒരിക്കലും പ്രശംസിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ മുഴുവൻ പഠിച്ചതാണ്, അല്ലെ? അത് ആ പ്രശംസിക്കണമെങ്കിൽ ദൈവത്തിന്റെ ക്രൂശിലല്ലാതെ, ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമുക്കറിയാം,
പലർക്കും ഇടർച്ചയാണ്. അല്ലെങ്കിൽ ഇവിടെ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോകാൻ വേണ്ടിയാണ് പരിച്ഛേദനക്കാർ അല്ലെങ്കിൽ യഹൂദന്മാർ, ജൂഡായിസേഴ്സ് ജഡത്തിൽ സുമുഖം കാണിക്കാൻ ഇച്ഛിച്ചത് അല്ലെ, മറ്റുള്ളവരെ പരിച്ഛേദന ഏൽക്കാൻ ഇച്ഛിച്ചത്. അവര് ക്രൂശിന്റെ വചനമല്ല പ്രസംഗിക്കുന്നത്, പരിച്ഛേദനയാണ് അല്ലെ, ന്യായപ്രമാണത്തിന്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. കാരണം ആർക്കും ക്രൂശിന്റെ വചനം പ്രസംഗിപ്പാൻ ഇഷ്ടമല്ല. ക്രൂശ് പലർക്കും ഇടർച്ചയായി തീരുന്നുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനത്തിലാണ് അത് വായിക്കുന്നത്, നമുക്കൊന്ന് വായിച്ചു പോകാം. പലപ്പോഴും ഞാൻ വായിക്കുന്നതാണ്, എങ്കിലും ഇന്ന് 1 കൊരിന്ത്യർ 1:22, 23, 24 വാക്യങ്ങൾ അറിയാവുന്ന വാക്യങ്ങളാണ്. യഹൂദന്മാർ അടയാളം ചോദിക്കുക, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും എങ്കിൽ യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ക്രിസ്തുവിനെ തന്നെ. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശ് പലർക്കും ഇടർച്ചയാണ്. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു. ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചെന്ന് പറഞ്ഞപ്പോ അടയാളം കാണിച്ചു തരാനാ പറഞ്ഞല്ലേ. അപ്പൊ എല്ലാവരും അടയാളമാ ചോദിക്കുന്നത്. കർത്താവിനോട് ചോദിച്ചു, കർത്താവിനോട് ചോദിച്ചു, പിന്നെ അടയാളം കാണിച്ചു. കർത്താവ് പറഞ്ഞു, യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളം എനിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ അടയാളം ചോദിച്ചും കൊണ്ട് നടന്ന യഹൂദന്മാര്. യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുക. വലിയ തത്വജ്ഞാനികളും എല്ലാം, സോക്രട്ടീസും അങ്ങനെയുള്ളവരൊക്കെ ഗ്രീക്കുകാരല്ലായിരുന്നു, അവരെല്ലാം ജ്ഞാനം അന്വേഷിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിൽ യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തി. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ദൈവശക്തിയും ദൈവജ്ഞാനവുമായി തീർന്നത്. കാരണം മാനസാന്തരപ്പെടാത്തവർക്ക് ക്രൂശിന്റെ ശക്തി അറിയത്തില്ല, ദൈവത്തിന്റെ ശക്തി അറിയത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദൈവത്തെ അനുഭവമാക്കിയവർക്ക് മാത്രമേ ദൈവത്തെ അറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. ക്രൂശിന്റെ ആ ഒരു ശക്തി അവർക്ക് അറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. 1 കൊരിന്ത്യർ 21:26 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. കാരണം ദൈവം എല്ലാവരെയും തെരഞ്ഞെടുത്തത് ബുദ്ധിഹീനരെ, ബലഹീനരെ, ഒന്നുമില്ലാത്തവരെ ദൈവം തെരഞ്ഞെടുത്തത്. കാരണം എന്തെങ്കിലും ഉള്ളവരെ, സമ്പന്നരെയോ ജ്ഞാനികളെയോ വല്ലതൊക്കെ തെരഞ്ഞെടുത്താൽ അവരുടെ സമ്പന്നതയിലും അവരുടെ ജ്ഞാനത്തിലും ഒക്കെ അവർ പ്രശംസിക്കത്തുള്ളൂ. പക്ഷെ ആരും പ്രശംസിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം ബലഹീനവും കുലഹീനവും നിരിഷ്ടവും ഒക്കെ ആരും തിരഞ്ഞെടുക്കാനായിട്ട് കാരണം. 1:26 സഹോദരന്മാരെ, 1 കൊരിന്ത്യർ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. എന്തിനാ? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. 31-ാമത്തെ വാക്യം, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. അപ്പം ലോകത്തിൽ എത്ര ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു, അവരെ ഒന്നും തെരഞ്ഞെടുക്കാതെ കുലഹീനരായവരെ, നികൃഷ്ടരായവരെ, ഒന്നുമില്ലാത്തവരെയൊക്കെ ദൈവം തെരഞ്ഞെടുത്തതിന് കാരണം ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നമ്മുടെ ഈ രക്ഷയുടെയും തെരഞ്ഞെടുപ്പിന്റെ സകല മഹത്വവും ദൈവത്തിന് തന്നെ ആയിരിക്കണം. കാരണം പോളിന് മറ്റു പലതിലും പ്രശംസിപ്പാനാകുമായിരുന്നു അല്ലെ. നമ്മള് ഫിലിപ്പി ലേഖനത്തിൽ കാണുന്നുണ്ട് 3-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങള്. അവിടെ ഒന്ന് വായിച്ചു പോകാം നമുക്ക്. ഫിലിപ്പി ലേഖനം 3:4 മുതലുള്ള വാക്യങ്ങള്. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് എത്രയും അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അതിന്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു. ഇപ്പോൾ ജൂഡായിസേഴ്സ് എങ്ങനെ എണ്ണുന്നത്? ഇതെല്ലാം അവർക്ക് ലാഭമാണ്, അവരത് അങ്ങനെ എണ്ണുകയാണ്. പൗലോസ് പറയും, ഇതെല്ലാം എനിക്ക് ഒരിക്കൽ ലാഭമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കതെല്ലാം ഛേദമാണ്. എന്തുകൊണ്ട്? അത്രയും അല്ല എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. പൗലോസ് എന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ടാണ് താൻ അതെല്ലാം ഉപേക്ഷിച്ച, അവസാനം പറഞ്ഞത് ചവറെന്ന് എണ്ണുന്നു. എന്തുകൊണ്ടാണ്? 10-11 വാക്യങ്ങൾ. അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച്
അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അവർ എന്തിടുന്നു. എന്തിനാ? നല്ലൊരു പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ ശ്രേഷ്ഠമായിരുന്നതൊക്കെയും താൻ ചവറെന്ന് എണ്ണുവാനായിട്ട് കാരണം. ഒരിക്കലും താൻ തന്റെ ജഡത്തിൽ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കൊരിന്ത്യർ, നമുക്കറിയാം, കൊരിന്ത്യ ലേഖനത്തിൽ താൻ ജഡത്തിൽ പ്രശംസിക്കുന്നതിനായിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാ? അവിടുത്തെ ദുരുപദേഷ്ടാക്കന്മാർ കൊരിന്തിലെ ജനങ്ങളെ വശീകരിക്കുകയും അവർ ജഡത്തിൽ പ്രശംസിച്ച് അവരെ അവരുടെ വലയിലാക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ വായ അടപ്പിക്കാൻ വേണ്ടി മാത്രം താൻ ജഡത്തിൽ പ്രശംസിച്ചതായി നമുക്കത് കാണുന്നുണ്ട്. നമ്മൾ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് താൻ എന്തുവാ ചെയ്തത്. താൻ സ്വർഗത്തിൽ പോയത്, ആ സ്വർഗീയ പർദീസയോളം എടുക്കപ്പെട്ട ഒരു കാര്യം പൗലോസ് പറയുന്നുണ്ടല്ലേ. അത് തൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. അത് എന്നാ പറഞ്ഞത്? ആ ചെയ്ത ഉടനെ, കണ്ട ഉടനെയാണോ പറഞ്ഞത്? അല്ല, 14 സംവത്സരങ്ങൾക്ക് ശേഷമാണ് പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് തന്നെയും താൻ കണ്ടതായിട്ടല്ല പറയുന്നത്, ഒരു തേർഡ് പേഴ്സൺ, വേറൊരാൾ കണ്ടതുപോലെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലനെ പ്രശംസിക്കണമെങ്കിൽ പൗലോസ് പറയുന്നുണ്ട്, തന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അവിടെ അങ്ങനെ പറഞ്ഞത് അവരുടെ വായടപ്പിക്കാനും അവരെ കൊരിന്ത്യരെ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനും മാത്രമായിരുന്നു. കാരണം നമ്മളെല്ലാവരും നാഥനില്ലാതെ ചുറ്റി അഴയുന്നവരായിരുന്നു. ആ ദൈവം നമ്മെ വിടുവിച്ചു. നമ്മളെ ജഡത്തിൽ പ്രശംസിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കാലത്ത് നാം ചുറ്റി അലയുന്നവരായിരുന്നു. എന്നൊക്കെയും ദൈവം നമ്മെ വിടുവിച്ചപ്പോൾ എല്ലാ മുഴുമഹത്വവും ദൈവത്തിന്. നമ്മുടെ ഒരു പ്രശംസയ്ക്കും അത് വകയില്ല. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നാം എല്ലാവരും തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. 1 പത്രോസ് 2:24-25 വാക്യങ്ങൾ. 1 പത്രോസ് 2:24-25 വാക്യങ്ങൾ. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്കും മടങ്ങി വന്നിരിക്കുന്നു. പ്രശംസിക്കാൻ എന്തെങ്കിലും നമുക്ക് വകയുണ്ടോ? ഒരിക്കലും പ്രശംസിപ്പാൻ വകയില്ല. ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനായിട്ട് വകയില്ല. അപ്പൊ എല്ലാം ദൈവത്തിന്റെ കൃപ. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവം മാത്രമാണ്. ക്രിസ്തുവിന്റെ ക്രൂശ് മാത്രമാണ്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നാം എങ്ങനെ പ്രശംസിപ്പാൻ കഴിയുമായിരുന്നു? പൗലോസ് ഇവിടെ പറയുന്നു, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുക, ലോകം പൗലോസിനും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇനി പൗലോസിനെ ലോകം ആകർഷിക്കാനായിട്ട് ഒക്കെയില്ല. പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ 5-ാം അധ്യായത്തിൽ പറയുന്നത് ലോകത്തിന്റെ പാഠങ്ങൾക്ക്, ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പൗലോസ്. പക്ഷെ അന്നിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ച് തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ക്രിസ്തുവേശു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇപ്പൊ എന്തുവാ ചെയ്യുന്നത്? ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 2:20 പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കും ഞാനല്ല, ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നു. അതുപോലെ തന്നെ 5:24 പറയുന്നു, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിന്മ നിറഞ്ഞ ഈ ലോകം, ഈ ലോകത്തിന്റെ കാലഗതി, സൈറ്റാനിക് വേൾഡ് അല്ലെ. അപ്പൊ 1:3 നമ്മൾ കണ്ട് ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടത്. അപ്പൊ ഈ ദുഷ്ടലോകത്തെയാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കും. അപ്പൊ പൗലോസ് പറയുകയാണ്, ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പൗലോസിന്റെ മേൽ ലലോകത്തിന് ഒരു അധികാരവുമില്ല. കാരണം ലോകത്തിന് ഇനി പൗലോസിനെ ഒന്നും ചെയ്യാനും ഒക്കത്തില്ല, പൗലോസിന് ലോകത്തിലേക്ക് പോകുവാനും ഒക്കത്തില്ല എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല, സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും സകലവും എനിക്ക് ആത്മീയ വർധന വരുത്തുന്നില്ല. വേറൊരു വാക്യത്തിൽ പറഞ്ഞു, സകലത്തിലും എനിക്ക് പ്രയോജനം ഉണ്ടെങ്കിലും എനിക്ക് സകലത്തിനും ഞാൻ വിധേയനാകുകയുമില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയുന്നുണ്ട്, പക്ഷെ എനിക്ക് ആത്മീക വർധന വരുത്തുന്നത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. എനിക്ക് ആത്മീയ വർധന വരാത്ത കാര്യങ്ങളിലേക്ക് ഞാൻ പോകില്ല. എന്നെ ആരും പിടിച്ചിട്ടൊന്നുമില്ല, എനിക്കെല്ലാം ചെയ്യുവാനുള്ള കഴിവുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ എനിക്കെല്ലാം പ്രയോജനമില്ല
എനിക്ക് ആത്മീയ വർധന തന്നെ ഉള്ളു. അതുപോലെ തന്നെ എനിക്ക് എല്ലാം ചെയ്യുവാനുള്ള കഴിവുണ്ട്, പക്ഷെ ഒന്നിനും ഞാൻ വിധേയനാകുകയില്ല. എന്നെ വിധേയനാക്കുവാൻ ആർക്കും കഴിയുകയില്ല, അല്ലെ? നമുക്കങ്ങനെ പറയുവാൻ കഴിയുമോ ലോകത്തിന് തമ്മിൽ പിടിച്ചെടുക്കാൻ കഴിയത്തില്ലെന്ന്? നമുക്കത് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം നമ്മൾ പാപലോകത്തിൽ ജീവിക്കുക. ചിലപ്പോഴൊക്കെ വിചാരിക്കുക യൂട്യൂബിലെ ചില കാര്യങ്ങളൊക്കെ കാണാതിരിക്കാൻ വേണ്ടി, ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? എന്നെ പോലെയാണ് നിങ്ങളും, അല്ല നിങ്ങൾ പലർക്കും അങ്ങനെ ഇല്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ചിലത് കാണുമ്പോൾ നമ്മളത് കാണാനായിട്ട് ശ്രമിക്കും. ചെറിയ ഒരു സെക്കൻഡത്തേക്കുള്ള, അല്ല, ഒരു മിനിറ്റത്തേക്കുള്ളതായിരിക്കും. പക്ഷെ അത് കാണുമ്പോൾ പിന്നെയും പിന്നെയും അത് കാണണമെന്നുള്ള, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, അല്ലേ? ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷെ എത്ര സമയവും നമ്മുടെ അവർ കവർന്ന് കളയുന്നേ, അല്ലെ? ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയം കളന്ന് കളയുന്നേ. എത്ര സമയം പലരും യൂട്യൂബ് ഡിലീറ്റ് ചെയ്തവർ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അത് അങ്ങനെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? പക്ഷെ എന്ത് ചെയ്യാനല്ലേ? പൗലോസ് പറയും, എനിക്കൊന്നിനും അധീനനാകിയില്ല. നമുക്ക് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന കാണുന്നുണ്ട്, പ്രിയ കുഞ്ഞുങ്ങളെ. അവിടെ പറയുന്നുണ്ട്, ആ 2-ാം അധ്യായത്തില്, ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്ന, അവിടെ 3 തരത്തിലുള്ള വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. മുതിർന്നവരുണ്ട്, ശിശുക്കളുണ്ട്, യൗവനക്കാരുണ്ട്. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മാനസാന്തരം പെട്ടതാണ്, എങ്കിലും ആ ലോകത്തിന് വശംവദായിട്ടുണ്ട്. യൗവനക്കാരെന്ന് പറയുമ്പോൾ അവര് ആ ലോകത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്നതുകൊണ്ടാണ്. പക്ഷെ മുതിർന്നവരെന്ന് പറഞ്ഞാൽ അവര് എല്ലാത്തിനെയും പിടിച്ച് വചനത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നവര്. അവർക്ക് യാതൊന്നിനെയും അവർക്ക് അധീനനാക്കുവാൻ കഴിയുകയില്ലാത്തൊരവസ്ഥ. ആ അവസ്ഥയിലായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒന്നിനും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് ഒന്നിനും എന്നെ ആ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് കഴിയുകയില്ല. നമുക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിച്ചതല്ലേ, ഒന്ന് വായിച്ചു പോകാം. 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലാവേൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായിരിക്കുന്നു. എന്തുകൊണ്ടാ? ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ഇനി ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. കാരണം ഒരു കാലത്ത് ഞാൻ ഈ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് കീഴിൽ അടിമപ്പെട്ടിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചത് മൂലമാണ് എനിക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ച് ഞാൻ ഈ കൃപയിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയി വീണ്ടും ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് അനുസരിച്ച് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നേ? നമുക്കറിയാം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും ഇപ്പോൾ നിങ്ങൾ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ആ ദരിദ്രവും ബലഹീനവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നുവോ? പൗലോസിനും അങ്ങനെ പോകാമായിരുന്നു. അത് പോകാതെ, എന്തുകൊണ്ടാ? ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനായി, അതിനേക്കാളും അധികമായി എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെടുന്നു. ആ ദൃഢനിർണയമാണ്. എനിക്ക് വേണ്ടി ഒരുവൻ ക്രൂശിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെടുന്നു. അപ്പം ക്രിസ്തുവിന്റെ ക്രൂശാണ് ലോകത്തിനും ഒരു ദൈവവലിനും ഇടയ്ക്കുള്ള ആ വിടവെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മെ ദൈവം വിളിച്ചത്? അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു, അല്ലെ? അങ്ങനെ ഇരിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകെ ഇരിക്കേണ്ടവരായത് കൊണ്ട് പൗലോസ് പറയുകയാണ്, എന്റെ ഇഷ്ടം അതാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നിൽ വസിക്കണം. എങ്ങനെയെങ്കിലും മരിച്ചെന്നുള്ളൊരു പുനരുത്ഥാനം
നേടണമെന്ന് വെച്ച് ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം എന്ന് 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും അതിനു വേണ്ടി ആ പ്രത്യാശയിലാണ് പൗലോസ് ജീവിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന് ഇനി തന്നെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. തനിക്ക് ലോകത്തിലും ഇറങ്ങിച്ചെല്ലുവാനായിട്ടും കഴിയുകയില്ല. ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ജഡത്തെ ഞാൻ ക്രൂശിൽ തറച്ചു, താൻ മരിച്ചു, തന്റെ ജഡത്തിന്റെ ആഗ്രഹങ്ങളെയൊക്കെയും മരിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുള്ളവർ ജഡത്തെ അതിന്റെ രാഗമങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ ലോകത്തെയും താൻ ക്രൂശിച്ചു, തന്നെയും താൻ ക്രൂശിച്ചു. പ്രശംസിക്കുന്നെങ്കിൽ തന്റെ ക്രൂശിലല്ലാതെ തനിക്ക് പ്രശംസിക്കാൻ ഇടയില്ല. ലോകവും ദൈവവും തമ്മിലുള്ള അതിർവരമ്പ് ക്രൂശാണ്. അതുകൊണ്ട് പൗലോസ് ലോകത്തിനും ലോകം പൗലോസിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കും അങ്ങനെ തന്നെ പറയണം. നമുക്ക് വേണ്ടി ഒരുത്തൻ മരിച്ചിരിക്കെ നാമും മരിച്ചവരാണ്. അതുകൊണ്ട് നാം ഇനി ലോകത്തിന് അടിമയായി പോകരുത്. അതുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് അർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടും. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ഓരോരുത്തരും ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാവണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചിരിക്കുക. നാം ഈ ലോകത്തിന് അനുരൂപമാകരുത്. ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനുമായി ക്രിസ്തുവിനെ നോക്കി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആ സ്ഥിരത ഓട്ടം ഓടിച്ചെത്താൽ മാത്രമേ ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വാടാത്ത കിരീടം, വാടുന്ന കിരീടത്തിന് വേണ്ടി പലരും ഓടുന്നുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ ഓടുന്നുവെങ്കിലും എല്ലാവരും ബിരുദ പ്രാപിക്കുന്നില്ല. അവർ എന്തിനു വേണ്ടിയാ ഓടുന്നത്? അംഗം പൊരുന്നവർ സകലത്തിനും വജ്രം ആചരിക്കുന്നു. അവർ എന്തിനു വേണ്ടിയിട്ടാ? അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതന്നെ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ വിശ്വാസത്തിനൊത്തവണ്ണം നാം ഭാവിക്കുന്ന സുബോധമാവണ്ണം ഭാവിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം വിശ്വാസത്തോടെ ആ വിശ്വാസ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കി നമ്മൾ ആ ക്രൂശിനെ നോക്കി മുമ്പോട്ട് ഓടുക എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി നമ്മളുടെ മേൽ അധികാരം നടത്തരുത്. നാം ലോകത്തിനും ലോകം നമുക്ക് ക്രൂശിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ആയിത്തീരണം. ഓക്കെ, 15-ാമത്തെ വാക്യം. പരിച്ഛേദനയല്ല അഗ്രചവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പം പരിച്ഛേദന എന്നാൽ ബാഹ്യമായ ഒരു കാര്യമായിരുന്നു. അപ്പൊ ആ ബാഹ്യമായ ഒരു കാര്യങ്ങളും പ്രവൃത്തികളും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അപ്പം ദൈവത്തിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റുവാൻ ബാഹ്യമായ ഒരു കാര്യങ്ങളും നേർച്ച നേർന്നത് കൊണ്ടോ കാഴ്ച കഴിച്ചുകൊണ്ടോ ഉരുളിയത് കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടോ നമുക്ക് ദൈവത്തോട് നോമ്പ് നോക്കിയത് കൊണ്ടോ ഒന്നും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രധാനമായിരിക്കുന്ന രൂപാന്തരപ്പെട്ട ഒരു ജീവിതമാണ് ഹൃദയത്തിന്റെ പരിച്ഛേദന, അകത്ത പരിച്ഛേദനയാണ് ആവശ്യം. അക്ഷരത്തിലുള്ള ആത്മാവിന്റെ പരിച്ഛേദന എന്നാണ് പറയുന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ കല്ലിൽ അക്ഷരമായി എഴുതിയത് മരണ ശുശ്രൂഷയായിരുന്നു. പക്ഷെ ആത്മാവിനാൽ എഴുതിയത് നമ്മുടെ ഹൃദയത്തിന്റെ മാംസപലകയിലാണ് എഴുതിയിരിക്കുന്നത്. അത് നീതിയുടെ ശുശ്രൂഷയാണ്. അത് നമുക്ക് നിത്യജീവനിലേക്ക് നടത്തുന്നതാണ്. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന പുറമേയുള്ള ബാഹ്യമായ ഒരു കാര്യങ്ങളും ആയിരിക്കരുത്. അകമേയുള്ള പരിച്ഛേദന ആയിരിക്കണം, അകമേയുള്ള മാനസാന്തരമായിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പുറമേ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എളുപ്പമാണ്. മതഭക്തനാണ് അങ്ങനെ ചെയ്യുന്നത്. മറ്റുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പ്രീതി കിട്ടും എന്ന വിധത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു പോകുന്നതല്ലാതെ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാനോ നിത്യജീവന്റെ അവകാശത്തിലേക്ക് ചെല്ലുവാനോ സാധിക്കയില്ല. പരിച്ഛേദനയല്ല പുതിയ സൃഷ്ടിയത്രേ പറയുന്നത്. എങ്ങനെയാ വെച്ചാൽ പരിച്ഛേദനയല്ല അഗ്രജവുമല്ല പുതിയ സൃഷ്ടിയത്രേ കാര്യം. അപ്പം പുതുതായി ജനിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ബാഹ്യമേയുള്ള ഒരു കാര്യങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുന്നത്. അപ്പൊ നാം ശരീരവും മനസ്സും ഒരുപോലെ രൂപാന്തരപ്പെടുത്തി ദൈവികതം അനുസരിച്ച് ജീവനുള്ള ആരാധനയായി ദൈവത്തിൽ പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുക. പുറത്തെ ഒരു കാര്യങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മെ നിത്യരാജ്യത്തിലേക്ക് അടുപ്പിക്കുന്നതല്ല എന്ന് നമുക്ക്
അറിയാമല്ലോ. ഓക്കെ, ഇനി 17-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം. ഞാൻ പെട്ടെന്ന് പോവുകയാണ്, നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തീർക്കണം. ഓക്കെ, 16-ാമത്തെ വാക്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏതു പ്രമാണം? പുതിയ സൃഷ്ടിയുടെ പ്രമാണം. വചനം പ്രമാണിക്കുകയും അല്ലെങ്കിൽ ദൈവാത്മാവിൽ നടത്തപ്പെടുകയും ചെയ്യുന്ന ആ ഒരു പ്രമാണം, പുതിയ സൃഷ്ടിയുടെ പ്രമാണം. ഈ പ്രമാണം അപ്പൊ മുമ്പിൽ നേരത്തെ പരിച്ഛേദനയല്ല, അഗ്രകർമ്മമല്ല, പുതിയ സൃഷ്ടി എത്ര കാരണം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിന് സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇവിടെ ദൈവത്തിന്റെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ പല വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ അവിടെ പറയുന്നത് അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരായ യഹൂദന്മാരിൽ നിന്നും വന്ന വിശ്വാസത്തിലേക്ക് വന്നവരെ ഉദ്ദേശിച്ചാണ് അവിടെ പറയുന്നത്. പുതിയ വിശ്വാസം അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരെ കുറിച്ച് പറയുകയാണ് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. പക്ഷെ കാരണം ഇത് ഒരു സ്ഥലത്ത് മാത്രമേ പുതിയ ഇസ്രായേലിന് എഴുതിയിട്ടുള്ളൂ. അത് അബ്രഹാമിന്റെ വിശ്വാസത്താൽ, അബ്രഹാമിന്റെ പിന്തുടർച്ചാവകാശക്കാരായ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ കുറിച്ച് അല്ലെങ്കിൽ പരിച്ഛേദനക്കാരെ കുറിച്ച്, അവര് ദൈവത്തിലേക്ക് വന്നവർ, വിശ്വാസത്തിലേക്ക് വന്നവർ, ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് വന്നവരെ കുറിച്ചാണ് അവര് പറയുന്നത്. പറയുന്നുണ്ടല്ലോ, അബ്രഹാം, റോമാലേഖനം 4-ാം അധ്യായത്തിലൊക്കെ പറയുന്നല്ലോ, അബ്രഹാമിന് ദൈവം വിശ്വാസ നീതിയെ കണക്കിട്ടു എന്ന് പറയുന്നുണ്ടല്ലേ. എങ്ങനെയാണ്? പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ അത്രേ. എങ്ങനെയാണ്? അബ്രഹാമിന് പരിച്ഛേദനയിലുള്ള വിശ്വാസമല്ല, അഗ്രചർമ്മത്തിൽ ഉണ്ടായ വിശ്വാസത്തിന് അടയാളമായി പരിച്ഛേദന എന്ന അടയാളം അബ്രഹാമിന് കൊടുത്തത് ആ അഗ്രചർമ്മത്തോടു കൂടെയും വിശ്വസിക്കുന്നവർക്ക് അവൻ താൻ എല്ലാവർക്കും പിതാവാകേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായ വിശ്വാസത്തെ അനുഗമിക്കുന്നവരെ പരിച്ഛേദനക്കാർക്കും കൂടെ. കാരണം ജാതികൾക്കും അബ്രഹാം വിശ്വാസത്തിന് പിതാവായിരിക്കണം, അതുപോലെ തന്നെ പരിച്ഛേദനക്കാർക്കും അബ്രഹാം വിശ്വാസത്താൽ പിതാവായിരിക്കണം. അങ്ങനെ വരണമെങ്കിൽ ആ പരിച്ഛേദനയാലല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, ആ അഗ്രചർമ്മത്തിൽ വച്ചുണ്ടായ വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടാൽ മാത്രമേ രണ്ട് കൂട്ടർക്കും അബ്രഹാം വിശ്വാസപരമായി പിതാവായിരിക്കാനായിട്ടും ഒക്കെയുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കാരണം പരിച്ഛേദനയിലല്ല അബ്രഹാം, പ്രവൃത്തിയാലല്ല അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. അതിനു മുമ്പ് തന്നെ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, താൻ പരിച്ഛേദന ഏൽക്കും മുമ്പേ. അതുകൊണ്ടാണ് പറയുന്നത് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായ വിശ്വാസം എന്ന് പറയുന്നത്. പരിച്ഛേദനയ്ക്ക് മുമ്പേ അല്ലേ ദൈവം പറഞ്ഞ പരിച്ഛേദന കൽപ്പന കേൾക്കുന്നതിന് മുമ്പേ അബ്രഹാം വിശ്വസിച്ചു. അപ്പം ഏത് വിശ്വാസത്താലാണ്? പരിച്ഛേദനയ്ക്ക് മുമ്പുള്ള വിശ്വാസം, അത് പ്രവൃത്തിയാലല്ല. അതുകൊണ്ട് ആ പരിച്ഛേദനക്കാർ വിശ്വാസത്തിൽ വന്നാലും ജാതികളായിരുന്നവർ വിശ്വാസത്തിൽ വന്നാലും രണ്ടു പേർക്കും അബ്രഹാം പിതാവാകണമെങ്കിൽ, വിശ്വാസികളുടെ പിതാവാകണമെങ്കിൽ അങ്ങനെയാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും അബ്രഹാം പിതാവാകണേ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ കൺഫ്യൂഷൻ ആക്കിയോന്ന് എനിക്കറിയത്തില്ല. എനിവേ, ഇവിടെ പറയുന്നത് ദൈവസഭയെ കുറിച്ചല്ല പറയുന്നത്, അബ്രഹാമിന്റെ പിന്തുടർച്ചാവകാശികളായ യഹൂദന്മാരിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നു, എന്താ പറയുന്നത്, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും. അപ്പം ഇസ്രായേലിനും സമാധാനവും കരുണയും, ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരിക്കലും സമാധാനവും കരുണയും ഉണ്ടായിരുന്നില്ല. അപ്പൊ പൗലോസ് പറയാണ്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് വന്ന യഹൂദന്മാര് അല്ലെ, നിങ്ങൾ വിശ്വാസത്തിൽ വന്നവർക്ക് കരുണയും സമാധാനവും, അവർക്ക് ഗ്രീറ്റിംഗ്സ് ആണ് പറയുന്നത്, കരുണയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പം പുതിയ സൃഷ്ടിയിലുള്ളവർക്ക് ഇത് രണ്ടും അവകാശമാണ്. അപ്പം യഹൂദന്മാർക്കും യവനന്മാർക്കും അല്ലെങ്കിൽ ജാതികളിൽ വന്നവർക്കും യഹൂദന്മാർ വിശ്വാസികളായവർക്കും ഒരുപോലെ കരുണയും സമാധാനവും ലഭ്യമാണ്. ദൈവത്തിന്റെ പക്കൽ ഒരു മുഖപക്ഷവുമില്ല. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി ആരും എന്നെ പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു.
എന്തുകൊണ്ടാണ് ഇനി ആരും എന്നെ പ്രയാസം വരുത്തരുത് എന്ന് പറയുന്നത്? പൗലോസ് പറയുന്നത്, ഞാൻ ഇത്ര വലിയ അക്ഷരമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അത്രത്തോളം പ്രയാസം ഉള്ളത് കൊണ്ടാണ് അല്ലെ അവർ മടങ്ങി വരണം. അവര് വളരെ നമുക്കറിയാം വളരെ കഷ്ടങ്ങൾ സഹിച്ചാണ് പൗലോസ് അവിടേക്ക് പോയി സുവിശേഷം അറിയിച്ചത്. പറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച്, ഉയർന്ന സ്ഥലം താണ സമയം അവിടെയൊക്കെ പോകുമ്പോൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകും. അങ്ങനെയുള്ള വലിയ കഷ്ടങ്ങൾ സഹിച്ചാണ് കൊരിന്തിലേക്ക് സോറി ഗലാത്യ സഭകളിലേക്ക് പോയി, ആ സ്ഥലങ്ങളിലേക്ക് പോയി പൗലോസ് സുവിശേഷം അറിയിച്ചു. അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾ യഥാസ്ഥാനപ്പെടണം, നിങ്ങൾ മടങ്ങി വരണം, ഇനി ആരും എനിക്ക് പ്രയാസം വരുന്നത്. ഇത്രത്തോളം കഷ്ടം അനുഭവിച്ചിട്ടും അവര് ദൈവത്തിൽ നിന്നും തിരിച്ചു പോയപ്പോൾ, കൃപയിൽ നിന്നും വിട്ടുപോയപ്പോൾ പൗലോസിന് എത്രത്തോളം പ്രയാസമുണ്ട്. അതുകൊണ്ട് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് പറയുന്ന മാർക്ക് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ബ്രാൻഡ് മാർക്ക് ഓഫ് ജീസസ്, കർത്താവിന്റെ ബ്രാൻഡ് മാർക്ക് പൗലോസ് ധരിച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. നമുക്ക് ന്യായപ്രമാണത്തിൽ നമുക്കറിയാം, അടിമകളൊക്കെ ആയിരിക്കുന്നവരെ യജമാനോട് കൂടെ എപ്പോഴും നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന, ഒരു കാലാവധി 7 വർഷം കഴിഞ്ഞ ശേഷം അവര് അടിമകളെ വിടണമല്ലേ. അവര് ചിലവർക്ക് ആ യജമാന് മക്കളെ പോലെ നടന്നു പോകുന്നുണ്ട്, കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ ഈ അവരെ കരുതുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ യജമാനെ ഒരിക്കലും വിട്ടുപോകാനായിട്ട് ആഗ്രഹിച്ചില്ല. അങ്ങനെയുള്ളവർക്ക് അവർക്ക് കാതൊക്കെ കിഴിച്ച് ഒരു അടയാളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ ഒരു അടയാളം വഹിച്ചിരിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ അന്ന് മിലിറ്ററിയിലും അവരുടെ മേജർ ജനറലിന്റെ പേര് മുദ്ര കുത്തുന്ന ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് യജമാനോടുള്ള പൂർണ്ണമായ വിധേയത്വത്തിന്റെ ലക്ഷണമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സിമ്പൽ ആയിട്ടാണ് ആ മിലിറ്ററിയില് അങ്ങനെ മുദ്ര കുത്തുന്നത്. ഇവിടെ ടാറ്റു ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ മുദ്ര കുത്തുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ അടിമത്തിൽ നിന്നും കർത്താവിനെ വിടുവിച്ച് ആ ക്രൂശിന്റെ കീഴിൽ ഞാൻ ആയിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ അടിമത്തിലായിരിക്കുമ്പോൾ എന്റെ യജമാനന്റെ ചൂടടയാളം ഞാൻ എന്റെ ശരീരത്തിൽ വായിക്കുന്നു. ക്രിസ്തുവിന്റെ ചൂടടയാളം ഞാൻ എന്റെ ശരീരത്തിൽ വായിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പൗലോസിന് അങ്ങനെ ക്രിസ്തുവിന്റെ ചൂടടയാളോ എന്ന് പറയാൻ വേണ്ടി ഒരു ബ്രാൻഡ് മാർക്ക് വല്ല ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും പച്ചകുത്തിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അതൊന്നും അല്ല പൗലോസിന്റെ ചൂടടയാളം എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി സഹിച്ച കഷ്ടതകളും മാനാഭിമാനങ്ങളും ദുഷ്കീർത്തി സത്കീർത്തികളും ഒക്കെ ആയിരുന്നു. കാരണം ആ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ കുശുമൂടം ഉണ്ടായ പീഡനങ്ങളും മുറിവുകളും ചതവുകളും കല്ലേറുകളും ഇതൊക്കെ തന്നെയായിരുന്നു പൗലോസിന്റെ ചൂടടയാളം എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നുണ്ട്, കൊലോസ് ലേഖനം 1:24 പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായുള്ള എന്റെ ജഡത്തിൽ ഞാൻ പൂരിപ്പിക്കുന്നെന്നാ പറയുന്നത്. ആ ക്രിസ്തുവിനു വേണ്ടി അതിസന്തോഷത്തോടെ ക്രിസ്തുവിന്റെ ആ ശക്തി തന്റെ മേൽ വസിക്കേണ്ടതിന് ഞാൻ എന്റെ ബലഹീനതകളിലും പ്രശംസിക്കുന്ന പൗലോസ് 1 Corinthians 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ അധികം സമയമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. 12:10 9ഉം 10ഉം ആണ്. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിലും പ്രശംസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കൈയേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് പൗലോസിന്റെ ചൂടടയാളം. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെയാണ് പൗലോസിന്റെ ചൂടടയാളം എന്ന് പറയുന്നത്. ബ്രാൻഡ് മാർക്ക്, കാരണം നമുക്കറിയാം ഇപ്പോൾ ബ്രാൻഡിന്റെ സാധനങ്ങളൊക്കെ അല്ലെ, ഫേമസ് ആയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവരൊക്കെയാണ്. പൗലോസ് പറയാണ്, ക്രിസ്തുവിന്റെ ബ്രാൻഡ് മാർക്ക്, എന്റെ കഷ്ടതകളും മുറിവുകളും ഒക്കെ എന്റെ ക്രിസ്തുവിന്റെ ബ്രാൻഡ് മാർക്കാണ് എന്നാണ് പറയുന്നത്. അതെനിക്കൊരു ഡെക്കറേഷൻ ആണ് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പം ബ്രാൻഡ് മാർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്താ? എന്റെ മുറിപ്പാടുകള്, ക്രിസ്തുവിന് വേണ്ടി ഞാൻ സഹിച്ച എല്ലാം എന്റെ ക്രിസ്തുവിനോടുള്ള എന്റെ ചൂടടയാളം എന്ന് ഞാൻ പറയുന്നുണ്ട്. യഹൂദന്മാർ പരിച്ഛേദന എന്ന ചൂടടയാളം ധരിക്കുന്നത് പോലെ ഈ കഷ്ണങ്ങളും മുറിവുകളും സങ്കടങ്ങളും എല്ലാം പൗലോസിന്റെ ചൂടടയാളമായി, ക്രിസ്തുവിന്റെ ചൂടടയാളമായി അതിനെ കരുതപ്പെടുന്നു. ഓക്കെ, ഇനി 18ാമത്തെ വാക്യം പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. താൻ തന്റെ തൂലിക താഴെ വയ്ക്കുകയാണ്. അതിനു മുമ്പ് അവരോട് പറയുന്ന അവസാനത്തെ വാക്ക് കൃപ അല്ലെ.
കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ താനായിരിക്കുന്ന കൃപയാലാണ്. പൗലോസ് എപ്പോഴും പറയുന്നത്, എന്നോട് കൂടിയുള്ള ദൈവത്തിന്റെ കൃപ വൃദ്ധമായിട്ടില്ല, ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. ഈ ഗലാത്യ ലേഖനം എഴുതി തുടങ്ങുന്ന അവരോട്, കൃപയിലല്ല എഴുതി തുടങ്ങുന്നത്, എന്താ പറഞ്ഞത്? ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ കൃപ എന്നാ എഴുതി തുടങ്ങിയതും അവിടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന കൃപയാണ്. നമുക്കും പറയുവാനായിട്ട് കഴിയും, സകലവും ദൈവത്തിന്റെ കൃപയാലും കരുണയാലും മാത്രം നാം ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. ക്രിസ്തുവിന് നമ്മളുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമാകാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുന്നത് എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. മുമ്പേ പറഞ്ഞു, പ്രശംസിക്കാനും പുകഴുവാനും ഒന്നുമില്ല, സകലവും ദൈവത്തിന്റെ കൃപയാണ്. അങ്ങനെ ഗലാത്യ ലേഖനം പഠിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ തന്നു. നമുക്കറിയാല്ലേ ഗലാത്യ ലേഖനത്തിൽ എന്താ നമ്മൾ പഠിച്ചത്? 1-ാം അധ്യായം നമ്മൾ കണ്ടു. താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു. ആ സുവിശേഷത്തിന്റെ ഉറവിടം ഏതാണെന്ന് പറഞ്ഞു. അത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. തനിക്ക് മറ്റുള്ളവരിൽ നിന്ന് അപ്പോസ്തലന്മാരിൽ നിന്നും കിട്ടിയതല്ല, ക്രിസ്തുവിന്റെ വെളിപ്പാടിനാലാണ് തന്നത് എന്ന് പറയുന്നു. 2-ാമത്തെ അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ പ്രധാനമായിട്ട് പറയുന്നത്, താൻ യെരൂശലേമിലേക്ക് പോയതും അവിടെ ചെന്നപ്പോൾ അവര് അവിടെ സുവിശേഷന്റെ അവിടെ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാര് സുവിശേഷന്റെ സത്യം അനുസരിക്കാതിരിക്കാൻ അവിടെ നുഴഞ്ഞു വന്നിരിക്കുന്നു. അതുകൊണ്ട് അവർ ആർക്കും താൻ വശംവരായി അടിമപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്, വശംവദനായില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പത്രോസിന്റെ അനുഭവം പറഞ്ഞു, അത് സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പൗലോസ് തെറ്റിപ്പോയപ്പോഴും എല്ലാവരും കേൾക്കെ പത്രോസ് തെറ്റിപ്പോയപ്പോഴും എല്ലാവരും കേൾക്കെ പത്രോസിനെ എതിർക്കുന്ന, അല്ലെ പത്രോസിനോട് വാദിക്കുന്ന പൗലോസിനെയാണ് കണ്ടത്. എന്തുകൊണ്ട്? ലീഡർ തെറ്റിപ്പോയാൽ മറ്റുള്ളവരും തെറ്റിപ്പോകാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, പല യഹൂദന്മാരും അവരുടെ കപടത്താൽ വഞ്ചിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടയായി തീർന്നു. എന്താ പറഞ്ഞ, അവർ ദൈവ സുവിശേഷന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ സുവിശേഷ സത്യം എന്താണെന്ന് അവിടെ പറഞ്ഞു. 3-ാമത്തെ അധ്യായത്തില് പറയുന്നത് വിശ്വാസമുള്ള നീതീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഗലാത്യരെ കുറിച്ച് പറയുന്നു, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറയുന്നു. അവര് ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡം കൊണ്ട് സമാപിക്കുന്നു എന്ന് അവരോട് പറയുന്നു. പിന്നെ 4-ാമത്തെ അധ്യായത്തില് അബ്രഹാമിന്റെ ദൃഷ്ടാന്തം പറയുന്നു. ഈ ലോകത്തിലെ ദൃഷ്ടാന്തം അനുസരിച്ചല്ല, നമ്മള് ഒരു ദൃഷ്ടാന്തം പറഞ്ഞിട്ട് പറയാം, നമ്മൾ ആ ജഡപ്രകാരം ഉള്ളവരല്ല, അബ്രഹാമിന്റെ മക്കൾ വാഗ്ദത്ത പ്രകാരമുള്ളവരാണ്. അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞ ഒരു അലഗറിക്കലായിട്ടുള്ള കാര്യം പറയുന്നു. 5-ാമത്തെ അധ്യായത്തിലെ ക്രിസ്തുവിനാൽ നാം സ്വാതന്ത്ര്യം പ്രാപിച്ചെന്ന് പറഞ്ഞു. നാം ഇനി പണ്ട് അടിമനുഖത്തിന്റെ കീഴിലായിരുന്നു, ഇപ്പോൾ ക്രിസ്തുവിന്റെ നുഖത്തിന് കീഴിലായിരിക്കുന്നു. ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യം വന്നവരെ ആത്മാവിലാൽ നടത്തപ്പെടണമെന്ന് പറയുന്നു. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചും പറയുന്നു. അതെല്ലാം നമ്മൾ പഠിച്ചു. 6-ാമത്തെ അധ്യായം നാം എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നു. നമ്മൾ സഹോദരനെ തമ്മിൽ സ്നേഹിക്കണം, ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഇടർച്ചയായി തീരരുത് എന്ന്, അന്യോന്യം ഭാരങ്ങളെ ചുമക്കണം എന്നൊക്കെ പറയുന്നു. എല്ലാവരെയും സഹായിക്കണം, അങ്ങനെയാണ് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നമ്മൾ നിവർത്തിക്കുന്നത് എന്ന് പറയുന്നു. നമുക്ക് ഒത്തിരിയും കാര്യങ്ങൾ ഗലാത്യ ലേഖനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് ഇടയായി തരണം. അപ്പോഴേ എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. നമ്മളും പറയാൻ, നമ്മളെ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് പോകുവാൻ ഇടയായി തീരരുത്. നമ്മ ഈ ദുഷ്ടലോകത്ത് നിന്ന് നമ്മെ വിടുവിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ. ഞാൻ ആ ഗലാത്യ ലേഖനം 1-ഉം 2-ഉം വാക്യങ്ങളും മാത്രം വായിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, 1-ഉം 2-ഉം വാക്യങ്ങൾ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായതിന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ലോകത്ത് നമ്മെ വിടുവിക്കേണ്ടത് നമ്മുടെ പാപങ്ങൾ നിമിത്തം നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മൾക്ക് അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചവരായിരുന്നു നമ്മെ ആ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിച്ച് നമുക്ക് വേണ്ടി വിടുവിക്കേണ്ടതിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു. എപ്പോഴും നാം നോക്കേണ്ടത് ക്രൂശിനെയാണ്. നമ്മൾ പല കാര്യങ്ങളും ഒരേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അനുസരിക്കുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. കാരണം ദൈവവചനമെന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ അറിവ് പകരുന്നതാണ്, ആത്മീയ വർധന വരുന്നതാണ്, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നതാണ്, അത് നമ്മൾ ഉപദേശത്തിനാണ്, ഗുണീകരണത്തിനാണ്, നീതിയുടെ അഭ്യാസത്തിനാണ്. അത്
ഇരുവായത്തിലുള്ള വാളിനേക്കാളും ശക്തിയുള്ളതാണ്. ആ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നവൾ മാത്രമേ നമുക്ക് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ രീതിയിലായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു, നാം ആയിരിക്കുന്നതും അതുപോലെയാകുന്നു. അവനെ നാം ഇരിക്കുന്നത് പോലെ കാണേണ്ടതിന് അവനെ പോലെ അവനോട് സദൃശന്മാരായി തീരും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ നിത്യജീവനില് കർത്താവിനോട് കൂടെ എന്നേക്കും കർത്താവിനോട് കൂടെ അവനോട് അനുപരായി ജീവിക്കാൻ തക്കോണം ഈ ലോകത്തിലെ ജീവിതം അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഓരോ ദൈവവചന പഠനവും നമ്മെ അതിനുവേണ്ടി രൂപാന്തരപ്പെടുത്തുന്നതാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുഴുവൻ മഹത്വവും ദൈവത്തിന് സ്തോത്രം.